അപ്പം ഇത് നമ്മുടെ വെക്കേഷന്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഇവിടെ ഓരോ കൺട്രീത്തെയും സമയം കൂട്ടുന്നത് അങ്ങനെ റൂമിൽ എത്തിയിരിക്കുന്നു. ഹലോ അവര് താഴ്ത്തി നിൽക്കുന്നത്. അപ്പം ഇത് നമ്മുടെ വെക്കേഷന്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഫസ്റ്റത്തെ ട്രിപ്പ് ബാംഗ്ലൂരിലോട്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ പോകാൻ പോണത് കോഴിക്കോടാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കോഴിക്കോട് പോകേണ്ട വേറെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കോഴിക്കോട് പോയിട്ട് അവിടെ ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ട്, റൂം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ബീച്ചിൽ പോകും. സാധാരണ നമ്മൾ എങ്ങോട്ട് പോവാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റാണ് പോവല്. പക്ഷെ ഇത് ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ പോണത്. സൂര്യൻ അസ്തമിക്കാനായി. വെയിലത്ത് അതെ, ഇപ്പൊ സമയം 5:30 ആയിട്ടോ. ഞങ്ങൾ പോവാൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ എവിടെയെങ്കിലും പോവാം. ദിയമോള് ഉറങ്ങി എണീറ്റ് അതിന്റെ ഒരു ക്ഷീണത്തില് ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. ഉറക്കത്തുനിന്ന് എണീപ്പിച്ചതിന്റെ ഒരു ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. കണ്ടോ ബാഗ് ഞങ്ങള് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു കോഴിക്കോട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ തീരുമാനമാണ് കോഴിക്കോട് ട്രിപ്പ്. നാളല്ലേ നമ്മൾ തിരിച്ചു വരാം? മറ്റന്നാളോ? മറ്റന്നാളാണ് ഞങ്ങൾ തിരിച്ചു വരിക. അപ്പം ഞങ്ങൾ ഇപ്പൊ ഇന്ന് ബീച്ചിൽ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ എത്തുമ്പോഴത്തേക്കിന് ഇരുട്ടാവും. അപ്പം നമുക്ക് നാളെ പോവാം. അപ്പൊ ഇന്ന് നമ്മള് കോഴിക്കോട് യാത്രയിലാണ്. പിന്നെ പോയിട്ട് നമുക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നമുക്ക് നേരെ പോവാം. ഫ്രണ്ട്സ്, ഞങ്ങളെ വീട്ടിലത്തെ ചാമ്പയ്ക്ക മരത്തിലുണ്ടായ ചാമ്പയ്ക്കാണ് ഗൈസ്. കുറേ ഉണ്ട് ഗൈസ്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതൊക്കെ ചെറുതായിട്ടുള്ളൂ. ഇത് നമ്മൾ പേരച്ചാമ്പയ്ക്ക എന്നല്ലേ പറയാ? പേരച്ചാമ്പയ്ക്കാണ് ഇത് പറയുന്നത്. നല്ലോണം വലുതായി നല്ല തേൻ പോലെ മതിരിക്കുന്നതാണ്. ചെറുതൊക്കെ കിളി കൊത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ വരെ പറിക്കാൻ കിടക്കണം. അത് പറിക്കാൻ കിടക്കണം കേട്ടോ. ഏറ്റവും താഴെ കിടക്കണത് അവിടെ കുറേ എണ്ണം ചാടിയും കിടക്കണം. ഞാൻ വലുതുണ്ടോ ഇങ്ങനെ തപ്പി നോക്കുകയാണ്. ഞാൻ 2 ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ പേരമരം. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം 3 ഉണ്ടായിട്ടുള്ളൂ. ഇപ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊന്നും അല്ല വലുപ്പം. ഇതിനേക്കാളും നല്ലോണം വലുതായി ഒരു യെല്ലോയിഷ് കളറാവും. കിട്ടില്ല. യാത്ര പോകാൻ ഇറങ്ങുമ്പോഴാണോ ചെടി നനയ്ക്കുന്നത്? ഞാൻ കണ്ടപ്പോ വരുള്ളൂ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ പോവാൻ വേണ്ടി കാറിൽ കയറണം. അമ്മേനെ കാണാല്ലോ. സാധാരണ അമ്മയൊന്നും വീട്ടിൽ അമ്മ വാതിലടയ്ക്കാൻ പോയതാണ്. അപ്പം പപ്പ ബ്രൗണി ഇത് വാങ്ങാൻ പോയതാണ്. ഒരു പാക്കറ്റിൽ കിട്ടുന്നത് അത് വാങ്ങാൻ പോയതാണ് ഒരു ബേക്കറിയിൽ. ഫ്രണ്ട്സ്, അമ്മേൻ്റെയും ദിയമോളുടെയും ഫേവറേറ്റ് പുളിയിഞ്ചിയാണ് ഇത്. ഇത് എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ല. ാണ്
ഇതിപ്പം ഒരുപാട് പേർക്ക് വെക്കാൻ 10 പൊറോണി വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളും ഈ കേക്കൊന്നും പൊട്ടിച്ച് കഴിച്ചു നോക്കി. അടിപൊളി രസമുണ്ട് അല്ലേ? ഇവിടെ എവിടെയോ പോലീസ് സ്റ്റേഷൻ ഉണ്ട് തോന്നുന്നു. വണ്ടികൾ കിടക്കുന്നുണ്ടല്ലേ, മണ്ണ് പിടിച്ചിട്ടേക്കുന്നു. അതേപോലെ കാറ്, ഓട്ടോ അല്ലേ. എന്തിനാല്ലേ ഇങ്ങനെ പിടിച്ചിട്ടിട്ട് നശിപ്പിക്കുന്നതൊക്കെ? അതില് കഞ്ചാവോ അല്ലെങ്കിൽ കള്ളക്കടത്ത് സാധനങ്ങളോ കടത്തിയതാണെങ്കിലോ അങ്ങനെ വരുമോ? അങ്ങനെയൊക്കെ. അല്ലാതെ വെറുതെ ഒരു ഓട്ടോറിക്ഷ പിന്നെ ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല പോലീസുകാര്. എന്തെങ്കിലും ഉണ്ടാവും, അവർക്ക് ഫൈൻ കൊടുത്ത് ഇറക്കാൻ പറ്റാം. ഇതില് പാവപ്പെട്ടവർ കുടുങ്ങി പോണവരുണ്ടാവും. കോഴിക്കോട് ടൗണിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഓരോ കടങ്ങനെ ഞങ്ങള് ബീച്ചിന്റെ അടുത്താണ് കേട്ടോ. ഞങ്ങള് ഹോട്ടല് തൊട്ടടുത്തല്ല, ഒരു 400 മീറ്റർ നടക്കുന്നുണ്ട്. പാപ്പോക്കാന്റെ കടയിൽ ഏതാ പാപ്പാക്ക? പപ്പ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയപ്പം ഇവിടെ തൊട്ടിപ്പുറത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിന്ന് അൽഫാമിന്റെ മണം കയറി വന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഓരോ കൺട്രിത്തെയും സമയം കൂട്ടുന്നത്. ന്യൂഡൽഹിയിൽ 7:55 ആവാണ്. UAE 6:20 ലണ്ടനിൽ രാവിലെ 10:55. ഗൈസ്, അപ്പം 2ാമത്തെ ഫ്ലോറിലെത്തിയാണ് റൂം. അങ്ങനെ റൂമിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടുന്ന് വ്യൂ എന്താ നോക്കട്ടെ. നമ്മള് ഇവിടുത്തെ വ്യൂ. ഓ, നല്ല മിറർ, റീൽ എടുക്കാൻ പറ്റിയ മിറർ. എത്തിയോ? കൊള്ളാം. ഫ്രണ്ട്സ്, ഇവിടുന്ന് കാലിക്കറ്റ് ബീച്ചിക്ക് 0.3 കിലോമീറ്റർ ഉള്ളൂ. അപ്പം മറ്റേ SM സ്ട്രീറ്റ് അല്ലേ, മുട്ടായി തെരുവിക്ക് 2 കിലോമീറ്റർ. ഇവിടെ അടുത്താണ്. നമ്മൾ വിചാരിച്ച 2 സ്ഥലങ്ങളോട് അടുത്താണ്. ദിയമോൾ ഇപ്പൊ തന്നെ മുട്ടായി കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബ്രൗണി ഇപ്പം വേണമെങ്കിൽ ഒറ്റയ്ക്ക് തിന്നോ, ചോക്ലേറ്റ് നോക്കിയിട്ട് മുന്നേ തിന്നോളൂ. കോഴിക്കോട് നല്ല ബിരിയാണി കിട്ടും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് മാത്രം ഫുഡിന് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഹലോ പറഞ്ഞെങ്കിൽ അവര് താഴ്ചെടുക്കുന്നത്. ഞങ്ങള് യാത്രാശീലം കൊണ്ട് ഒന്ന് കിടന്നു പോയതാണ്. ഇനി താഴെ ഇറങ്ങണം, ഫുഡ് കഴിക്കണം. ഇവിടെ തൊട്ടടുത്തൊരു 400 മീറ്റർ മുന്നോട്ട് കടന്നാൽ കാലിക്കറ്റ് ബീച്ച് ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് ബീച്ച് വരെ പോയിട്ട് വരാം. 400 മീറ്റർ പറഞ്ഞിട്ടുണ്ട് ആ ബുക്കിലില്ലല്ലോ.
0.3 0.3 300. ഞങ്ങള് ഏഷ്യാനെറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ടി വി കണ്ടത്. ഇവളൊന്നുണ്ടല്ലോ ഇപ്പൊ ജനിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ ഉണ്ടല്ലോ രാവിലെ ഡോറ 6 മണിക്കാണ് രാവിലത്തെ ഡോറേന്റെ സമയം. ഡോറ വരുന്ന സമയം പണ്ട് ഇപ്പൊ ഉണ്ടോ തന്നെ അറിയില്ല. പിന്നെ ദേവു പണ്ട് ചെറുപ്പത്തിൽ കളറ് പഠിച്ചത് ഡോറയെ കണ്ടിട്ടല്ലേ, കളറുകൾ പഠിച്ചത്. അതെ, ഞാൻ എന്തായാലും ഒരു LKG ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ രാവിലെ എണീക്കും. 6 മണിക്ക് എണീറ്റിട്ട് അച്ഛൻ എന്നെ വിളിക്കും. 6 മണിക്ക് എന്നെ വിളിക്കും. എന്നിട്ട് കാണും. ഡോറ കാണാനും വേണ്ടി ഞാൻ 6 മണിക്ക് എണീക്കും. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. താഴത്ത് തൊട്ട് താഴത്ത് ഫുഡ് ഇപ്പോൾ ആര് കഴിക്കും? അപ്പൊ ഫസ്റ്റ് ഹോട്ടലൊക്കെ അപ്പം ഞങ്ങള് നേരെ പോണത് ഇപ്പൊ ബീച്ചിലേക്കാണ് കേട്ടോ. പപ്പ ഇങ്ങനെ നേരെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എങ്ങോട്ട് വെച്ചപ്പോ ബീച്ചിക്ക്. ഫ്രണ്ട്സ്, ബീച്ച് എത്തി. അതിനെ മണലൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. ഇവളെ ഇങ്ങനെ പറയാം, അതൊക്കെ അതല്ല രസം. ഓള് എന്ത് പറഞ്ഞാല് ആ തോണി പപ്പ പറഞ്ഞ ഈ സമയത്തൊന്നും ബീച്ചിൽ ആളെ ഉണ്ടാവില്ല. ഓ, കാറ്റിന് ഉപ്പ് രസല്ലേ. പട്ടം കണ്ടോ? ശരിയാണല്ലോ. കോഴിക്കോട് എയർപോർട്ടിൽ പോവാണ്. പട്ട് പറക്കണമൊക്കെ അതിന്റെ ഒപ്പം തന്നെ. ഫ്ലൈറ്റും പട്ടൊക്കെ ഒരുമിച്ച പറക്കുന്നത്. രാത്രിയൊക്കെ ഞാൻ വലിയ തിരമാല വരുന്നല്ലേ. ഇനി ആ മാമന്റെ തോളത്തെന്താ നോക്കിക്കേ. ബീച്ചിൽ പോ. ദിയമോളാകെ നനഞ്ഞു കേട്ടോ. പപ്പയും നനഞ്ഞു, ദിയമോളും നനഞ്ഞു, ചേച്ചി നനഞ്ഞു, നനഞ്ഞു, ഞാനും നനഞ്ഞു. ഉണങ്ങിയാലും അതുകൊണ്ടാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് അവിടെ കണ്ടുവച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു എന്തൊരു സൈസ് മന്തി കഴിക്കാമെന്ന് പറഞ്ഞു. വെറൈറ്റിയാണ്, അപ്പോൾ കഴിക്കാം.
അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നും പോവുകയാണ്, തിരിച്ചു പോവാണ്. പക്ഷേ കാല് മൊത്തം മണലാണ്, കഴുകാൻ ഇവിടെ ഒരു സ്ഥലവുമില്ല. ചെരുപ്പ് ഓക്കെ, ചെരുപ്പ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇറങ്ങിയപ്പോൾ, പക്ഷെ കാല് കഴുകിയാലേ നമ്മളെ ഹോട്ടലിലോട്ട് കയറ്റുള്ളൂ. ഞങ്ങൾ അപ്പം ഹോട്ടലിൽ വന്നിരിക്കുന്നു. ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ആസ്വദിച്ച് കഴിക്കണമല്ലോ, കാരണം നമ്മൾ മേത്തൊക്കെ മണലാണ്. പിന്നെ ഫുള്ള് വേർത്ത് ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കുമ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫ്രഷായി. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം. നല്ല വിശപ്പുണ്ട്. സമയം കുറേ ആയിട്ടുണ്ട്, അത്യാവശ്യമായിട്ടുണ്ട്, 10:30 ആയിട്ടുണ്ട്. മന്തിയും പെരി പെരി അൽഫാമുമാണ് ഞാനും ദിയമോളും അതാണ് ഓർഡർ ചെയ്തത്. കഴിക്കാൻ ഫ്രണ്ട്സ്, അപ്പം ഫുഡൊക്കെ കഴിഞ്ഞു. ഞങ്ങള് ഫുഡൊക്കെ കഴിഞ്ഞു എന്നല്ല, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങള് ക്ഷീണിച്ചു. റൂമിൽ പോണം, ബിഗ് ബോസ് കാണും, ഇപ്പൊക്കെ കിടന്നുറങ്ങണം എന്ന് പറയണം കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ പോയാലോ ഒന്നും കൂടെ തിരമാല കളിക്കാം, ഊരി വെക്കാം. ഞങ്ങൾ രണ്ടാളും ബീച്ചിൽ പോയിട്ട് ഞങ്ങള് റൂമിലേക്ക് പോവാ, നിങ്ങൾ രണ്ടുപേരും ബീച്ചിലേക്ക് പോയി. അപ്പം നമുക്കിനി റൂമിലോട്ട് പോവാം. റൂമിൽ എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾ നേരെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം ഇനി ഞങ്ങൾ നാളെയും മറ്റന്നാളും ഉണ്ടാവും അറിയില്ല. എന്തായാലും ഞങ്ങൾ നാളത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നാളെ എടുക്കുന്നതാണ്. ഒരു കാര്യം പറയാണ്ട്, ഇപ്പം ഒരു കോഡ് വന്നായിരുന്നു. നമ്മുടെ പപ്പി ആൻറ്റി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം നാളെ മിക്കവാറും നമുക്ക് കുഞ്ഞുവാവിനെ കാണാൻ പറ്റും. നമ്മള് ഇവിടെ ആയിപ്പോയി. അപ്പം ഇതായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തതാണ് ഞാൻ അത് പറയണം എന്നുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.